അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ, ശബ്ദം ശ്രവിക്കുന്ന മുത്താലിം സുഹൃത്തുക്കളെ, നമുക്കിവിടെ ചർച്ച ചെയ്യാൻ തിരഞ്ഞെടുത്തിട്ടുള്ള പുസ്തകം ഡോക്ടർ ഹുസൈൻ രണ്ടത്താണിയുടെ അറിയപ്പെടാത്ത ഇന്ത്യ എന്നുള്ളത്. എല്ലാവരെയും ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി ചരിത്ര ഗവേഷകനും ഗ്രന്ഥകാരനുമാണ്. അദ്ദേഹത്തിൻ്റെ ചരിത്ര ഗവേഷണങ്ങൾ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ചരിത്രത്തിൽ പുതിയ വെളിച്ചം പാകിയിട്ടുണ്ട്. അദ്ദേഹത്തോട് ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്. അദ്ദേഹം അതിന് പറഞ്ഞ മറുപടി പ്രസക്തമാണ്. അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി, എന്തുകൊണ്ട് താങ്കൾ ചരിത്ര മേഖല തിരഞ്ഞെടുത്തു? അദ്ദേഹം അതിന് പറഞ്ഞ മറുപടി, രാജ്യത്തിൻ്റെ ചരിത്രം വളച്ചൊടിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥ ചരിത്രം വിളിച്ചു പറയുക എന്നുള്ളത് വലിയ ധർമ്മമാണ്. ആ ഒരു ദൗത്യം ഞാൻ ഇതിലൂടെ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഫലമായിട്ടാണ് അറിയപ്പെടാത്ത ഇന്ത്യ എന്ന അദ്ദേഹത്തിൻ്റെ മികച്ച കൃതി ഇവിടെ രൂപം കൊള്ളുന്നത്. പുസ്തകത്തിൻ്റെ തലക്കെട്ട് പോലെ തന്നെ ഇന്ത്യയിൽ നമ്മൾ ആരും അറിയാത്ത ഒരുപാട് വലിയ ചരിത്രങ്ങൾ വിളിച്ചോതുന്നുണ്ട്. യഥാർത്ഥത്തിൽ 19-ാം നൂറ്റാണ്ടിലാണ് ബ്രിട്ടൻ ചക്രവർത്തിക്ക് വേണ്ടി അവിടുത്തെ പ്രജകൾ അവിടുത്തെ ആവശ്യങ്ങൾക്കനുസൃതമായി ഒരു ചരിത്രം ഹെൻറി എലിയട്ടും ഡൗസനും ചേർന്ന് നിർമ്മിക്കുന്നത്. അതിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ആസ് എ ടോൾഡ് എ ഇന്ത്യൻ ഹിസ്റ്റോറിയൻ. ഇന്ത്യയുടെ ചരിത്രം ഇന്ത്യക്കാർ തന്നെ പറയുന്ന രൂപത്തിൽ വളരെ സാധാരണ ജനങ്ങളെ സ്വാധീനിക്കുന്ന രീതിയിലുള്ള തലക്കെട്ടിലൂടെ തുടങ്ങുന്നത്. യഥാർത്ഥത്തിൽ ആ ഒരു രചന മുസ്ലിം സമുദായത്തിനെതിരെ അല്ലെങ്കിൽ സവർണ ഹിന്ദുക്കളുടെ സപ്പോർട്ട് ബ്രിട്ടീഷ് ഭരണത്തിന് ലഭിക്കാൻ വേണ്ടി മുസ്ലിം ഭരണാധികാരികളും മുസ്ലിം വിഭാഗവും ഹിന്ദു വിരുദ്ധരാണെന്നും അക്രമകാരികളാണെന്നും അപരിഷ്കൃതരാണെന്നും എന്നുള്ള ഒരു രീതിയിലേക്കാണ് ആ രചന മുന്നോട്ട് പോകുന്നത്. ആ രചനയുടെ ഫലമായിട്ടാണ് 1257 മുതൽ 1800 വരെയുള്ള ഇന്ത്യ ചരിത്രം ഇന്ത്യ ഭരണകാലഘട്ടത്തിലെ കറുത്ത കാലഘട്ടമായി പ്രഖ്യാപിക്കപ്പെടുന്നത്. യഥാർത്ഥ ഇന്ത്യ ചരിത്രത്തെ തുറന്നു കാണിക്കുകയാണ് ഈ അറിയപ്പെടാത്ത ഇന്ത്യ എന്ന പുസ്തകത്തിലൂടെ. സൂഫിസത്തിന്റെ കടന്നുവരവും സൂഫിസം സ്വാധീനിച്ച സാമൂഹിക വിപ്ലവം, അങ്ങനെ തന്നെ വിശേഷിപ്പിക്കാം, സാമുദായിക വിപ്ലവം എല്ലാം പുസ്തകത്തിലൂടെ പ്രതിപാദിക്കുന്നുണ്ട്. ഏറ്റവും അടിസ്ഥാനമായി നമുക്കതിൽ ചർച്ച ചെയ്യാനുള്ളത് സൂഫിസത്തിന്റെ അടിസ്ഥാനം അല്ലെങ്കിൽ സൂഫിസത്തിന്റെ വേരുകൾ വളരെ ഇന്ത്യയിൽ തന്നെ ഉണ്ടായതാണെന്ന് പുസ്തകത്തിലൂടെ പ്രതിപാദിക്കുന്നുണ്ട്. നമുക്ക് എങ്ങനെയാണ് സൂഫിസത്തിന്റെ അടിസ്ഥാനത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പുസ്തകം നമ്മളോട് ഏത് രീതിയിലാണ് പ്രതിപാദിക്കുന്നത്? മുന്നേ ഇർഷാദ് പറഞ്ഞ പോലെ തന്നെ സൂഫികളുടെ കടന്നുവരവ് ഇന്ത്യയുടെ ചരിത്രത്തെ വലിയ രീതിയിൽ തന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. സൂഫികളില്ലാത്ത ഇന്ത്യൻ ചരിത്രം എന്ന് പറയുന്നത് അത് അംഗീകരിക്കപ്പെടാത്ത ചരിത്രമായി നമുക്ക് കണക്കാക്കണം. നമുക്ക് എന്താണ് സൂഫിസം എന്ന് നമുക്ക് നോക്കാം. ഇസ്ലാമിക ആധ്യാത്മിക ചിന്താ പ്രസ്ഥാനമാണ് യഥാർത്ഥത്തിൽ സൂഫിസം എന്ന് പറയുന്നത്. എല്ലാ മതത്തിനും അവരുടേതായ ആധ്യാത്മിക ചിന്താ പ്രസ്ഥാനം ഉണ്ടെങ്കിലും ഇസ്ലാമിൻ്റേത് കേവലം ഒരു ധ്യാനമോ അല്ലെങ്കിൽ വനവാസമോ അല്ലെങ്കിൽ ജീവിതം മടുത്തുകൊണ്ടുള്ള ഒരു പ്രസ്ഥാനമോ അല്ല. മറിച്ച് സാധാരണക്കാരനായി ജീവിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവർക്കിടയിലെ പ്രശ്നങ്ങൾ തൻ്റെ പ്രശ്നങ്ങളായി കാണുന്ന ഒരു ആത്മീയ രീതിയിലുള്ള ജീവിതത്തെയാണ് സൂഫിസം എന്ന് പറയുന്നത്. ഈ സൂഫി എന്ന് പറയുന്ന പദത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് ഹുസൈൻ രണ്ടത്താണി ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇത് ഒരുപാട് ചർച്ചകൾ ഈ സൂഫി എന്ന പദത്തെക്കുറിച്ച് വരുന്നുണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത് നബിതങ്ങളെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ മദീന പള്ളിയിൽ ഒരു കൂട്ടം സ്വഹാബികൾ ആത്മീയമായ ജീവിതത്തോട് അടുത്ത്, പൊതുവെ സ്വഹാബികൾ ആത്മീയതയിലേക്ക് മുഴുകിയെടുക്കുന്നവരാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എങ്കിലും ഈ ഒരു പറ്റം സ്വഹാബികൾ ആത്മീയതയോട് കൂടുതൽ അടുക്കുകയും ദുന്യവിയായ കാര്യങ്ങളോട് അധികം വെടിയുകയും ചെയ്തിരുന്ന ഒരു കൂട്ടം സ്വഹാബിമാരുണ്ടായിരുന്നു. അവരെ അന്ന് കാലത്ത് അസ്ഹാബ് സൊഫ എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഒരു അസ്ഹാബ് സൊഫയുടെ പിൻഗാമികളായിട്ടാണ് സൂഫിയുടെ കുറച്ച് ആളുകൾ ഇവിടെ ഉപമിക്കുന്നത്. പിന്നെ മറ്റു ചിലർ ഉപമിക്കുന്നത് സോഫിയ എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. അതായത് വിവേകം, വിജ്ഞാനം എന്ന ഈ അർത്ഥം വരുന്ന സോഫിയ എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് സൂഫി എന്ന് പറയുന്ന ഈ വാക്കുണ്ടായതെന്നും മറ്റു ചിലർ പറയുന്നുണ്ട്.
ആന്തരിക ഇനി നമുക്ക് എന്താണ് സൂഫിസം എന്ന് പറയാം. ആന്തരികവും ബാഹ്യവുമായ വിശുദ്ധിയാണ് സൂഫിസം എന്ന് ഇമാം കുശേരി തങ്ങൾ അവിടുത്തെ കിതാബിൽ പറയുന്നുണ്ട്. എന്നാൽ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബിൽ പറയുന്നത് സ്വാർത്ഥതയ്ക്ക് മുമ്പിൽ മരിക്കുകയും എന്നാൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ ജീവിക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ സൂഫി എന്ന് പറയുന്നു. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നുണ്ട്. ഇവിടെ ഈ യൂറോപ്യൻ ചരിത്രകാരന്മാർ ഈ സൂഫിസത്തെ ഒരുപാട് രീതിയിൽ തന്നെ തെറ്റിദ്ധാരണകൾക്ക് വഴി ഉണ്ടാക്കിയിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ഈ സൂഫിസത്തിൻ്റെ ഈ അടിസ്ഥാന കാര്യങ്ങളെല്ലാം മറ്റു മതങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടതാണെന്ന് അവർ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഒരു ഇസ്ലാമിനെ അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഇസ്ലാമിനെ അറിഞ്ഞുകൊണ്ടുള്ള ഒരു വ്യക്തിയും ഇങ്ങനെ ഒരു ചരിത്രം രചിക്കുകയില്ല. എങ്കിൽ പോലും അവർ പറയുന്നത് നമ്മൾ സൂഫികൾ ഉപയോഗിച്ചു കൊണ്ടിരുന്ന തസ്ബീഹ് മാലകളെല്ലാം ബുദ്ധമതസ്ഥർ ഉപയോഗിച്ചു കൊണ്ടിരുന്ന അവരുടെ ജപമാലകൾ കണ്ടുകൊണ്ടാണ് നമ്മൾ തസ്ബീഹ് മാലകളെല്ലാം ഇതിൽ ഉപയോഗിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്, ഈ യൂറോപ്യൻ ചരിത്രകാരന്മാർ. യഥാർത്ഥത്തിൽ ഈ സൂഫികൾ എന്ന് പറയുന്നത് ഒരു ഭക്തി പ്രസ്ഥാനം മാത്രമല്ല, അവരെ ഇന്ത്യൻ ചരിത്രത്തിൽ വലിയൊരു സ്വാധീനം അവർക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ സൂഫികളെ ഉൾപ്പെടുത്താത്ത ഇന്ത്യൻ ചരിത്രം എന്ന് പറയുന്നത് ഒരു അംഗീകരിക്കപ്പെടാത്ത ചരിത്രമാണെന്നാണ് എനിക്ക് മനസ്സിലായത്. തീർച്ചയായും ഇപ്പോൾ ഇന്ത്യ ചരിത്രം ജുനൈദ് ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ സൂഫികൾ സ്വാർത്ഥതയ്ക്ക് മുന്നിൽ മരിക്കുകയും എന്നാൽ അള്ളാഹുവിന് വേണ്ടി ജീവിക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനം. അതിലുപരി ജനങ്ങൾക്കിടയിലൂടെ ഇറങ്ങിച്ചെന്ന് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം എന്നതിലൂടെ തന്നെ അവർക്ക് സാധിച്ചൊരു സാമുദായിക വിപ്ലവമുണ്ട്. ഇപ്പോൾ അവരുടെ കടന്നുവരവ് കാരണം അവരെ പരിഗണിക്കുന്ന രീതിയിലുള്ള അവരുടെ ദഅവത്തുകൾ കാരണം ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. എന്നിട്ടും ചരിത്ര പുസ്തകങ്ങളിലൊന്നും സൂഫികളെ കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. നിസാമുദ്ദീൻ ഔലിയ പോലെയുള്ള ഏതാനും ചില സൂഫികളെ മാത്രം ചർച്ച ചെയ്യുകയും മറ്റു സൂഫികളെല്ലാം എടുത്തു മാറ്റപ്പെടുകയും ചെയ്യുന്നു. സൂഫികൾക്ക് മാത്രമായി സാധിച്ച ഒരു സാമുദായിക വിപ്ലവമുണ്ട്. നമുക്ക് എങ്ങനെയാണ് സൂഫികൾക്ക് സാധിച്ച സാമുദായിക വിപ്ലവത്തെ സാധൂകരിക്കാൻ സാധിക്കുന്നത് ജൂദീൻ? സൂഫികളുടെ കടന്നുവരവ് നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിൽ വളരെ വലിയ മാറ്റങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ഇന്ത്യയുടെ ഭൂരിപക്ഷ അധിഷ്ഠിത വിഭാഗങ്ങൾക്ക് നാവികത എന്ന ആശയത്തെ അതിൻ്റെ തെളിനീർ നൽകിയത് നമ്മുടെ സൂഫിസത്തിൽ നിന്നും പ്രചോദനം കണ്ട ഭക്തിപ്രസ്ഥാനമായിരുന്നു. അതുപോലെ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന സൃഷ്ടി ഭാവനയും സാഹോദര്യവും ഇന്ത്യയുടെ മണ്ണിൽ പ്രയോഗത്തിൽ വരുത്താൻ നമ്മുടെ സൂഫിസത്തിന് സാധിച്ചിട്ടുണ്ട്. മുഹമ്മദ് ഗോറിയുടെ ഭരണത്തിന് മുമ്പ് തന്നെ അജ്മീർ, നാഗോർ, അതുപോലെ ബനാറസ് തുടങ്ങിയ ഇന്ത്യൻ പ്രദേശങ്ങളിൽ മുസ്ലിം സാന്നിധ്യം ഉണ്ടായിരുന്നു. അന്നത്തെ സൂഫികൾക്ക് ഇന്നത്തെ പോലെ ഒരു സംഘടിത പ്രബോധന സ്ഥിതി അല്ലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഈ സംഘടിത സ്ഥിതി വരുന്നത് 12-ാം നൂറ്റാണ്ടിലാണ്. അന്ന് ആദ്യമായിട്ട് സംഘടിതമായ പ്രബോധനം നടത്തിയ ഒരു ത്വരീഖത്ത് എന്ന് പറയുന്നത് ഇന്നും പ്രചാരത്തിലുള്ള നമ്മുടെ ചിശ്തി ത്വരീഖത്താണ്. അതുപോലെ സൂഫി ചിന്തകൾ മാനുഷികവും സഹിഷ്ണുതാപരവുമാണ്, അതുപോലെ തന്നെ വിപ്ലവാത്മകവുമാണ്. ഹസ്രത്ത് നിസാമുദ്ദീൻ ഔലിയ അവിടുന്ന് പറയുന്നുണ്ട്, ഭക്തി അത് 2 തരത്തിലാണുള്ളത്. ഒന്ന് ത്വഅത്തെ മൽസൂമും, രണ്ടാമത്തേത് ത്വഅത്തെ മുതഅദ്ദിയും. ഈ ത്വഅത്തെ മൽസൂം കൊണ്ട് അവിടുന്ന് ഉദ്ദേശിക്കുന്നത് ഓരോ വ്യക്തിക്ക് നിർബന്ധമായ ത്വഅത്തുകളാണ്. അതിൽ നിസ്കാരം, അതേപോലെ നോമ്പ്, ഹജ്ജ്, അങ്ങനത്തെ കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുന്നത്. എന്നാൽ ഈ ത്വഅത്തെ മുതഅദ്ദി എന്നതുകൊണ്ട് അവിടുന്ന് പറഞ്ഞത് പൊതുജനങ്ങൾക്ക് നമ്മിൽ നിന്നും നന്മ എത്തിച്ചു കൊടുക്കുക എന്നൊരു കാര്യത്തെയാണ്. ഇത്തരത്തിൽ സൂഫികൾ 2 വിഭാഗങ്ങളായി പ്രവർത്തിക്കുകയും ഒന്ന് പൊതുനന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിട്ട് പോലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് മുസ്ലിങ്ങളെ എടുത്തു മാറ്റുന്നത് പോലെ ഇന്ത്യൻ ചരിത്രത്തിൽ നിന്നും സൂഫികളെ മാറ്റപ്പെടുകയാണ്. ഈ ഒരു ചരിത്രം അല്ലെങ്കിൽ അറിയപ്പെടാത്ത ഇന്ത്യയുടെ ഇത്തരത്തിലുള്ള സൂഫി ചരിത്രം എടുത്തു കാണിക്കുന്നുണ്ട് ഡോക്ടർ ഹുസൈൻ രണ്ടത്താണിയുടെ അറിയപ്പെടാത്ത ഇന്ത്യ. ഇത് ശ്രോതാക്കളെല്ലാം വായനാ വിധേയമാക്കേണ്ടതുണ്ട് എന്നും ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള മുസ്ലിം സാന്നിധ്യം കൂടി ഉണ്ടായിരുന്നു ഇന്ത്യൻ ചരിത്രത്തിൽ എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ടെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.